എല്ലാവർക്കും നമസ്കാരം. വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതം നോക്കാം. 3-ാം സർഗത്തിലെ 9-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് നോക്കാൻ പോണത്. 8 ശ്ലോകങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഈ 9-ാമത്തെ ശ്ലോകം ഇന്ദ്രവജ്ര വൃത്തത്തിലാണ്. അതിൽ ദ്വിതീയാക്ഷരപ്രാസം വന്നിട്ടുണ്ട്. ഇഷ്ണ എന്നുള്ള കൂട്ടക്ഷരം ദ്വിതീയാക്ഷരപ്രാസമായിട്ട് വന്നിട്ടുണ്ട്. തൃഷ്ണാതുരേ ചേതസി ജൃംഭമാണം മുഷ്ണൻ മുഹുർമോഹമഹാന്ധകാരം പുഷ്ണാതു നഃ പുണ്യദയൈകസിന്ധോ കൃഷ്ണസ്യ കാരുണ്യകടാക്ഷകേളി. തൃഷ്ണാതിരേകാൽ മനമാർന്നിടും വൻമോഹാന്ധകാരത്തെ ഒഴിക്കുവാനായി കണ്ണൻ്റെ കാരുണ്യകടാക്ഷകേളീഭാവം തുണച്ചിടണമെന്നുമെന്നും. തൃഷ്ണാതുരേ ചേതസി. തൃഷ്ണ എന്ന് പറഞ്ഞാൽ പല പല വിഷയസുഖങ്ങൾ കൊതിക്കുക. വിഷയസുഖങ്ങൾ കൊതിച്ച് അത് കിട്ടാൻ വേണ്ടി അങ്ങനെ പാടുപെടുന്ന എൻ്റെ മനസ്സിൽ മോഹമഹാന്ധകാരം, അന്ധകാരം മോഹമാകുന്ന അജ്ഞാനമാകുന്ന കൂരിരുട്ടിനെ, എൻ്റെ മനസ്സിൽ നിറയുന്ന അജ്ഞാനമാകുന്ന കൂരിരുട്ടിനെ അകറ്റി ഉന്മൂലനം ചെയ്യണ കരുണാനിധിയായ ഭഗവാന്റെ കാരുണ്യ മഹിമ, ദയാകടാക്ഷ വിളയാട്ടം, കാരുണ്യ കടാക്ഷ കേളി എന്നാണ് പറയുന്നത്. കൃഷ്ണസ്യ കാരുണ്യ കടാക്ഷ കേളി, ശ്രീകൃഷ്ണ ഭഗവാന്റെ ദയാകടാക്ഷ വിളയാട്ടം. എങ്ങനെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷമാണ്, എങ്ങനെയുള്ളതാണ് ഈ കടാക്ഷം എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെയും ദയയുടെയും ഏകസമുദ്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദയാകടാക്ഷ വിളയാട്ടം, കാരുണ്യ കടാക്ഷ കേളി എന്നാണ് പറയുന്നത്. പുഷ്ണാതു, വർദ്ധിച്ചു വരണമേ എന്നാണ് സ്വാമിയാർ പ്രാർത്ഥിക്കുന്നത്. മോഹങ്ങളെല്ലാം നീക്കി ഭഗവാനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ സാധിക്കണം എന്നർത്ഥം. ആവശ്യമില്ലാത്ത മോഹങ്ങൾ, വിഷയസുഖങ്ങൾ, അതൊക്കെ കൊതിച്ച് വെറുതെ മോഹിച്ച് മനസ്സിലിങ്ങനെ അജ്ഞാനമാകുന്ന അന്ധകാരം വളരാതിരിക്കാൻ ഭഗവാൻ കടാക്ഷിക്കണേ എന്നാണ്. ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചു വരണമേ എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം മൂല ശ്ലോകം വൃത്തത്തിലല്ല. അത് ശ്രീലകൻ സാർ തർജ്ജമ ചെയ്തിരിക്കുന്നത് ദ്രുതഗതി എന്നുള്ള വൃത്തത്തിലാണ്. നിഖില നിഗമമൗലിലാളിതം പദകമലം പരമസ്യ തേജസഃ വ്രജഭുവി ബഹുമന്മഹേതരം സരസകരീഷ വിശേഷരൂഷിതം. തർജ്ജമ ദ്രുതഗതിയിലാണ്. സകലവേദപരിലാളിതമാകും കമലശോഭ കലരും പദയുഗ്മം വ്രജഗൃഹങ്ങളിലെ ചാണകമേറ്റിട്ടമലമായി ബഹുമാനിതമായി. വേദാന്തങ്ങളിൽ അതീവ രഹസ്യമായി വിവരിക്കുന്ന തത്വം ഏതാണോ ആ പരബ്രഹ്മമൂർത്തി ഇപ്പം എവിടെയാ കളിയാടുന്നേ? അതാണ് പറയണത്. എവിടെയാ ഇപ്പം കളിയാടുന്നേ? ഒരു ബാലനായി, വെറും ഒരു ബാലനായിട്ട് കളിയാടുന്നു. എവിടെ? വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ചാണകം മെഴുകിയ മുറ്റത്ത്, അല്ലെങ്കിൽ പശുക്കളെ പരിപാലിക്കലാണല്ലോ ഗോപന്മാർക്കും അവരുടെ ജോലി. പശുപരിപാലനമാണ്. അതുകൊണ്ടാണ് അവർ നിത്യവൃത്തി കഴിക്കുന്നത്. അപ്പോൾ മുറ്റത്തും ഒക്കെ ഇഷ്ടം പോലെ ചാണകമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും പശുക്കൾ, അല്ലേ?
അപ്പോൾ അതിനകത്തൂടെയൊക്കെ ഓടി നടന്ന് ആ ചാണകം പുരണ്ട കാല് ഭഗവാന്റെ അതിൽ ഭഗവാന്റെ അമ്പാടിയിലെ പശുക്കളുടെ ചാണകത്തിൽ ചവിട്ടിയ ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദത്തിൻ്റെ മഹിമയാണ് പറയണത്. എല്ലാ ഉപനിഷത്തുകളും ബഹുമാനിക്കണ ആ പരബ്രഹ്മാണ് ഇവിടെ ഈ അമ്പാടിയിലെ ചാണകം പുരണ്ട മുറ്റത്ത് ഓടിക്കളിച്ച് നടക്കണത്. അത് വൃന്ദാവനത്തിൽ എല്ലായിടത്തും സുലഭങ്ങളായിട്ട് ഈ 2 ചെറിയ പാതാരവിന്ദങ്ങൾ അല്ലെങ്കിൽ ചരണാരവിന്ദങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെക്കാളും ബഹുമാനിക്കുന്നു. ആ ഒരു 2 ചരണാരവിന്ദങ്ങളെ വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും ഈ 2 ചരണാരവിന്ദങ്ങൾ ഇങ്ങനെ പതിഞ്ഞ് കാണാം എന്നാണ് പറയണത്. ആ 2 പാദങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെക്കാളും ബഹുമാനിക്കുന്നു എന്നാണ്. ഇവിടെ ഈ അമ്പാടിയിലെ പശുക്കളുടെ ചാണകത്തിൽ ചവിട്ടിയ ഭഗവാന്റെ കാല് എന്നാണ് പറയണത്. ഇവിടെ വ്രജഗൃഹങ്ങളിലെ ചാണകമേറ്റിട്ടമലമായി എന്നാണ് പറയണത്. അപ്പോൾ എനിക്ക് നേരെ തിരിച്ചാണിപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം തോന്നണത്. ഭഗവാന്റെ കാലടി ഏറ്റിട്ട് ചാണകം അമലമായി എന്ന് പറയാൻ പറ്റില്ലേ? അങ്ങനെ എനിക്ക് നേരെ വിപരീതം ഒരർത്ഥവും തോന്നുന്നു. അമ്പാടിയിലെ പശുക്കളുടെ ചാണകത്തിൻ്റെ മഹാത്മ്യം ഭഗവാന്റെ കാലടി പതിഞ്ഞില്ലേ അതിൽ. വേറെ എവിടെയൊക്കെ ഉണ്ട് പശുക്കൾ? അമ്പാടിയിലും വൃന്ദാവനത്തിലും മാത്രമൊന്നുമല്ലല്ലോ പശുക്കളുള്ളത്. വേറെ എവിടെയൊക്കെ പശുക്കളുണ്ട്. ആ പശുക്കളുടെ ഒന്നും ചാണകത്തിൽ ഈ മഹിമ കിട്ടിയില്ല അല്ലേ? വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ മധുരയ്ക്ക് പോയി, മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോയി. അവിടെ ഒന്നും ഉള്ള പശുക്കൾക്കൊന്നും ഈ ഒരു ഇത് കിട്ടിയില്ല. ഈ വൃന്ദാവനത്തിലും അമ്പാടിയിലും ഉള്ള പശുക്കളുടെ ചാണകത്തിൽ ഭഗവാന്റെ കാലടി പതിഞ്ഞുള്ളൂ. അത് എനിക്ക് അങ്ങനെ നേരെയും ഒരു അർത്ഥം തോന്നുന്നു. അപ്പം ഈ 2 കുഞ്ഞു കാലടികൾ വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും പതിഞ്ഞ് കാണാം എന്നാണ്. ആ പാദങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെക്കാളും ബഹുമാനിക്കുന്നു. ആ പാദങ്ങളാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അല്ലേ? ഏതു നേരവും ആ പാതാരവിന്ദങ്ങളാണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത് അല്ലേ? അങ്ങനെ എല്ലാവർക്കും അത് തോന്നാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ശ്ലോകം വായിക്കുമ്പം തോന്നണു. അടുത്ത 11ാമത്തെ ശ്ലോകം, അത് പൃഥ്വി എന്ന വൃത്തത്തിലാണ്. ഉദാരമൃദുലസ്മിതവ്യതികരാഭിരാമാനനം മുദാമുഹുരുദീർണയാ മുനിമനോംബുജാമ്രേഡിതം മദാലസവിലോചനവ്രജവധൂമദാസ്വാദിതം കദാനു കമലേക്ഷണം കമപി ബാലമാലോകയേ. സ്മിതം വിടരുമാനനം സകല ഭക്തർ നന്ദിച്ചിടും മഹർഷികളനാരതം മുദിതമായി വന്ദിച്ചിടും മദാലസകളാം വ്രജാംഗനകളാകെ മേളിച്ചിടും മനോഹര കിശോരനെ നിറവിലെന്നു ഞാൻ കണ്ടിടും. കാണുന്നവർക്ക് അവരവരുടെ മനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെ തോന്നിക്കുന്ന മൃദുലമായ ആ നറും പുഞ്ചിരി കൊണ്ട് ഇരട്ടിയായ സൗന്ദര്യത്താൽ ശോഭിക്കുന്ന ഭഗവാന്റെ ആ പുഞ്ചിരിക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ? ആ പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്ന മുഖത്തോടു കൂടിയവനും പിന്നെ ഏറ്റവും വർദ്ധിച്ച സന്തോഷത്തോടുകൂടി ഈ യോഗികൾ മഹർഷികൾ വീണ്ടും വീണ്ടും ആരാധിക്കുന്നവനും പിന്നെ യൗവനമതം കൊണ്ട് മന്ദേക്ഷണകളായ ഗോപികളാൽ അല്ലെങ്കിൽ മദിരാക്ഷികളായ ഗോപസ്ത്രീകളാൽ മതത്തോടെ ആസ്വദിക്കപ്പെടുന്നതും അവരാസ്വദിച്ച് അവരാണ് ആ ഗോപസ്ത്രീകളാണ് ഭഗവാന്റെ സൗന്ദര്യം
ഏറ്റവും അധികം ആസ്വദിച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ ആ ഗോപസ്ത്രീകളാൽ സസന്തോഷം അനുഭവിക്കപ്പെടുന്നവനും പത്മവിലോചനനും ഒക്കെയായ ആ ബാലനെ എനിക്ക് എന്നാണാവോ എൻ്റെ ഈ കണ്ണുകളെ കൊണ്ട് കാണാനൊന്ന് സാധിക്കുന്നത്? എന്നാണാവോ താമരക്കണ്ണനായ ആ ഒരു ബാലനെ എന്നാ എനിക്ക് കാണാറാവുക എന്നാണ് വില്വമംഗലം ചോദിക്കുന്നത്. പുറം കൈ കൊണ്ട് തട്ടി മാറ്റിയതോടെ ഭഗവാനെ കാണാൻ പറ്റാതെയായി വില്വമംഗലം സ്വാമിയാർക്ക് അല്ലേ? ഇതിലുമുണ്ട് ദ്വിതീയാക്ഷരപ്രാസം ഈ ശ്ലോകത്തിലും. അടുത്ത ശ്ലോകം മാലിനി വൃത്തത്തിലാണ്. വ്രജജനമദയോഷില്ലോചനോച്ഛിഷ്ടശേഷീകൃതമതിചപലാഭ്യാം ലോചനാഭ്യാമുപാഭ്യാം സകൃദപി പരിപാതും തേ വയം പാരയാമഃ കുവലയദളനീലം കാന്തിപൂരം കഥാനു. ഇപ്പം ഇതിൻ്റെ തർജ്ജമ ചൊല്ലാം. വ്രജയുവതികൾ നിത്യം മുഗ്ധനേത്രങ്ങളാലേ മതിവരുമതുപോലെ ആസ്വദിക്കുന്ന രൂപം കുവലയദളനീലം കാന്തിയോടാ ശരീരം നിറവൊടയിനി ഞാനും കാൺമതെന്നോ ശരിക്കും. ഇത് മുമ്പേ ചൊല്ലിയ ശ്ലോകത്തിൻ്റെ ഒരു ബാക്കിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ മുമ്പേ ചൊല്ലിയ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് മദിരാക്ഷികളായ ഗോപസ്ത്രീകളാൽ ആസ്വദിക്കപ്പെടുന്ന സൗന്ദര്യം എന്ന് ഇല്ലേ? ഇതിലും അത് തന്നെയാണ്, അതിൻ്റെ ബാക്കിയാണ് പറയണേ. വ്രജജനമദയോഷില്ലോചനോച്ഛിഷ്ടം എന്നാണ് പറയുന്നത്. അമ്പാടിയിലെ മതിച്ച സുന്ദരിമാരുടെ കണ്ണുകൾ കൊണ്ട് നുകർന്ന് ശേഷിച്ചിട്ടുള്ളതും എന്ന്. വ്രജജനമദയോഷില്ലോചനോച്ഛിഷ്ടശേഷീകൃതം എന്നാണ് പറയണത്. അങ്ങനെയുള്ളതും പിന്നെ കരിങ്കൂളപ്പൂവിൻ്റെ ഇതളുകളുടെ നീലിമ പൂണ്ടതും ആയ ആ ഭഗവാന്റെ നിന്തിരുവടിയുടെ കാന്തിപ്രവാഹത്തെ, ആ കാന്തിപ്രവാഹം എങ്ങനെയുള്ളതാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അമ്പാടിയിലെ ഗോപയുവതികൾ ആസ്വദിച്ചതിൻ്റെ ബാക്കിയാണ്. ആ ബാക്കിയെങ്കിലും എനിക്ക് കിട്ടുമോ എന്നാണ് വില്വമംഗലം ചോദിക്കുന്നത്. അതുപോലെ ആ കരിങ്കോവള പൂവിൻ്റെ ഇതളുകളുടെ നീലിമയൊക്കെയുള്ള ആ കാന്തിപ്രവാഹം എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ടിങ്ങനെ ആകാംക്ഷയോടെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് കാണാൻ. അത് ഒരിക്കലെങ്കിലും ഒന്ന് ആ കണ്ണുകൾ കൊണ്ടൊന്ന് മോന്തി കുടിക്കാൻ എന്നാണാവോ എനിക്ക് സാധിക്കുക എന്നാണ്. ഇതൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഭാവനയാണ്. ആ അമ്പാടിയിലെ സുന്ദരിമാരുടെ കണ്ണുകൾ കൊണ്ട് ആസ്വദിച്ച അതിൻ്റെ ശേഷമുള്ള കാന്തിപ്രവാഹം അതെങ്കിലും എനിക്ക് കിട്ടുമോ, ആ കണ്ണുകൾ കൊണ്ട് മോന്തി കുടിക്കാൻ സാധിക്കുമോ എന്നാണ് സ്വാമിയാർ ചോദിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഭാവന അല്ലേ? അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.